അപ്പോൾ നേരത്തെ രണ്ടാം മത്സരത്തെക്കുറിച്ച് പറഞ്ഞു. നെതർലൻഡ്സും ജപ്പാനും തമ്മിലാണ് മത്സരം. എന്താണ് ആ ടീമുകളുടെ ശക്തി, ആരൊക്കെയാണ് ഇരു ടീമുകളിലും ഉണ്ടാകുന്ന താരങ്ങൾ എന്ന് വിശദമായി നോക്കാം. ആദ്യം നെതർലൻഡ്സിലേക്കാണ്. തനത് കേളി ശൈലി കൊണ്ട് ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചവരാണ് നെതർലൻഡ്സ്. കാരണം ഒരുപാട് ആരാധകരുള്ള ഒരു ടീം കൂടിയാണ് നെതർലൻഡ്സ്. ടോട്ടൽ ഫുട്ബോളിന്റെ വക്താക്കൾ എന്നാണ് നെതർലൻഡ്സിനെ കുറിച്ച് പൊതുവിൽ പറയുന്ന ഒരു രീതി. നെതർലൻഡ്സിന് ഇത് 12ാം ലോകകപ്പാണെന്ന് പറയുമ്പോൾ ആ ടീം എത്രമാത്രം പരിചയസമ്പന്നരാണ് വേൾഡ് കപ്പിൽ എന്ന് തിരിച്ചറിയുക. 12ാം ലോകകപ്പ് കളിക്കാൻ പോകുന്ന ടീമാണ് നെതർലൻഡ്സ്. ആ പഴയ പ്രതാപം ഇപ്പോഴും ആ ടീമിനുണ്ടോ എന്നതിലാണ് ചോദ്യം. 3 തവണ ലോകകപ്പിന്റെ ഫൈനലിൽ എത്തിയിട്ടുണ്ട് ഈ ഡച്ച് പട എന്നുകൂടി പറയുമ്പോൾ അവരുടെ ആ ഏതൊക്കെ സമയങ്ങളിലാണ്, ഏതൊക്കെ വർഷങ്ങളിലാണ് എന്നതുകൂടി ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. 1974, 1974, 78, പിന്നീട് 2010 ഈ വർഷങ്ങളിലാണ് ഈ ഡച്ച് പട ഫൈനലിൽ കളിച്ചത് എന്നുകൂടി അറിയുക. ഏറ്റവും കൂടുതൽ തവണ ഫൈനലിൽ എത്തിയിട്ടും കിരീടം നേടാൻ കഴിയാത്ത ടീം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനും ഒരൊറ്റ ഉത്തരം, അതും നെതർലൻഡ്സ് ആണ്. ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ 8ാം സ്ഥാനത്താണ് ഓറഞ്ച് പടയുള്ളത്. അപ്പോൾ ഒട്ടും പിന്നിലല്ല, 8ാം സ്ഥാനത്താണ്. അതുകൊണ്ട് കളി മികവിൽ അവർ മുന്നിട്ട് തന്നെയാണ്. അവർക്ക് അത്രയും പാരമ്പര്യമുണ്ട്, നല്ല മികച്ച താരങ്ങളും ഡച്ച് പടയിലുണ്ട് എന്ന കാര്യം വ്യക്തമാണ്. ഇനി ജപ്പാനിലേക്ക് വന്നു കഴിഞ്ഞാൽ നമ്മുടെ അഭിമാനമാണ്, ഏഷ്യൻ രാജ്യം കൂടിയാണ് ജപ്പാൻ. അതുകൊണ്ട് തന്നെ ജപ്പാൻ എന്താണ് ഇത്തവണ പുറത്തെടുക്കാൻ പോകുന്ന കളി മികവ് എന്ന് കൂടി നമുക്ക് നോക്കാം. 1998 ഫ്രാൻസിൽ അരങ്ങേറ്റം കുറിച്ചത് മുതൽ തുടർച്ചയായി ഫിഫ ലോകകപ്പിൽ മാറ്റുരയ്ക്കുന്ന ഏഷ്യൻ ഫുട്ബോൾ ശക്തികൾ എന്ന വെളിപ്പേര് അത് ജപ്പാനുണ്ട്. ജപ്പാന്റെ ലോകകപ്പ് ചരിത്രം വളരെ പെട്ടെന്ന് നമുക്ക് നോക്കാം. ജപ്പാൻ ഇത് 8ാം ലോകകപ്പാണ്. 2002, 2010, 2018, 2022 കഴിഞ്ഞ തവണ വർഷങ്ങളിൽ പ്രീ ക്വാർട്ടറിൽ എത്തിയതാണ് ടീമിന്റെ മികച്ച നേട്ടങ്ങൾ എന്നുകൂടി അറിയുക. അപ്പോൾ ജപ്പാനി നമുക്ക് എഴുതിത്തള്ളാൻ കഴിയില്ല എന്നതാണ്. ഫിഫ റാങ്കിങ്ങിൽ നിലവിൽ 18ാം സ്ഥാനത്താണ് ജപ്പാൻ. അപ്പോൾ 8ാം സ്ഥാനത്തുള്ള നെതർലൻഡ്സും 18ാം സ്ഥാനത്തുള്ള ജപ്പാനും തമ്മിലാണ് പോരാട്ടമെങ്കിലും ഇരു കൂട്ടരെയും നമുക്കങ്ങനെ ഒഴിവാക്കാൻ കഴിയുകയില്ല. കാരണം കളി മികവിൽ ആരാണ് ഇത്തവണ നന്നായി കളിക്കുന്നത് ആ ടീമായിരിക്കും മുന്നേറുക. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.